ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. യെസ്, നമ്മളെ ഇംഗ്ലീഷിന്റെ എക്സാം എല്ലാവരും തകർത്ത് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ. നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യനും അതിനോട് സിമിലർ ആയ ഒരുപാട് പാറ്റേൺ, അതേ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കൃത്യമായി ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇന്നലത്തെയും ഇന്ന് രാവിലത്തെയും ലൈവ് കണ്ട ഒരു കുട്ടിയെ സംബന്ധിച്ചോളം വളരെ ഈസി ആയിരുന്നു എക്സാമിന് മനസ്സിലാക്കാൻ പറ്റുന്നു. സോ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണ് മക്കളെ. അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയ ചില ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്താലോ. യെസ്, എല്ലാവർക്കും വീഡിയോയുടെ സ്വാഗതം മക്കളെ. ശ്രദ്ധിച്ചു വെച്ചോ, എന്താ നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മക്കൾ 1 മുതൽ 5 വരെ 1 to 5 വരെ നമ്മൾ എയർ ക്രാഷ് എന്ന ചാപ്റ്ററിന് ചോദിച്ചിരുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അതിൽ നോക്കും നിങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ജൂലിയൻ ക്രോൾ ഔട്ട് സ്ലോലി അല്ലെ. എന്തുകൊണ്ട് അവർ പതുക്കെ പതുക്കെ നീങ്ങി എന്നതിന്റെ അർത്ഥം നോക്കൂ. എവറിത്തിങ് സോം ഡിസി ബിഫോർ മീ എഴുതരുത്, ബിഫോർ ഹെർ എന്നാക്കി മാറ്റണം കേട്ടോ. അത് എവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഡിസി എന്ന് വേണമെങ്കിൽ സോം ഡിസി എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. നെക്സ്റ്റ്, വിച്ച് സെന്റൻസ് ഈസ് പാസേജ് ഷോ ദാറ്റ് കേക്ക് വാസ് നോട്ട് എഡിബിൾ അല്ലെ. ആ കേക്ക് എന്തുകൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് ഏതാണ് നോക്കണേ. എന്തുകൊണ്ടാണ് മക്കളെ, എന്താണ് അതിന്റെ ഉത്തരം? ദെൻ സോക്കിംഗ് ആണ്, വെറ്റ് ആണ്, ആൻഡ് റിവോൾട്ടിംഗ് ആണ് അതിന്റെ ആൻസർ. കിട്ടി. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? what did the narrator intend to do with the long stick? എന്തുകൊണ്ട് അവർ ആ ഒരു വലിയൊരു വടി കുത്തിപ്പിടിച്ച് നടക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മക്കളെ? അവോയ്ഡിങ് എന്താണ് മക്കളെ? എന്താണ്? യെസ്, അവോയ്ഡിങ് അല്ലെങ്കിൽ ഇതങ്ങനെ ടു പ്രോബ് ദ ഗ്രൗണ്ട് ടു അവോയ്ഡിങ് പോയിസണസ് സ്പൈഡർ ആൻഡ് ആൻസ് അല്ലെ, ഉറുമ്പുകളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ പെറിൽ ഓഫ് ദ ജംഗിൾ മെൻഷൻ ദിസ് പാസേജ്? എന്താണ് ഇവർ പാസേജ് സൂചിപ്പിച്ചിരിക്കുന്ന വാക്കുകൾ നോക്കുന്നത്? എന്താ മക്കളെ? ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ആനിമൽ ദാറ്റ് ആർ മോസ്റ്റ് ഡേഞ്ചറസ് ബട്ട് സ്നേക്സ് ആൻഡ് ഇൻസെക്ട് എന്നാണ് അതിന്റെ ആൻസർ. ഇതിന്റെ നാലാമത്തെ ആൻസർ. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്താ ക്വസ്റ്റ്യൻ മക്കൾ? എന്താണ് സീരിയസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഡേഞ്ചർ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്ത്? ഒന്നുമില്ല മക്കൾ, ഇതാണ് അതിന്റെ മീനിങ്. എന്താണ്? പെറിൽ എന്നാണ് അതിന്റെ മീനിങ്. യെസ്, ഓക്കെ. യെസ്, ഇത്രയാണ് അതിന്റെ ആൻസർ. 5 ക്വസ്റ്റ്യൻ. ഇനി മക്കളെ 6 to 9 നമ്മൾ മനസ്സിലാക്കി വെച്ചോ. നമ്മുടെ സോങ് ഓഫ് ദ റെയിൻ എന്ന് പറയുന്ന പോം എന്ന് വന്നിരിക്കുന്ന 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ വായിച്ചു നോക്കി, വളരെ ഈസി ആയിട്ട് മനസ്സിലായി. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ട ആളുകൾക്കറിയാം ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് ചോദിച്ച ചോദ്യം നമുക്ക് വളരെ ഈസിയാണ്. ഹൂ ഈസ് ഐ? എല്ലാവരും ചാടിക്കേറി പറയും ആരാടാ മക്കളെ? ഈ റെയിൻ അല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്? ദ പോയിന്റ് കമ്പയർ റെയിൻ ടു ലോട്ട് ഓഫ് തിങ്. പോയിന്റ് കമ്പയർ ചെയ്യുന്ന റെയിൻ ഒരുപാട് വസ്തുക്കളും. ഏതൊക്കെ കമ്പയർ മക്കൾ? വാട്ട് ആർ ദേ? ഒന്ന് ഏറ്റവും ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്ന് ഡോട്ടഡ് സിൽവറിനോട്. എന്താണ് ഡോട്ടഡ് സിൽവറിനോടും പിന്നെ ത്രെഡിനോടും അല്ലെ ബ്യൂട്ടിഫുൾ പേൾസിനോടും കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഉണ്ട് മക്കളെ. ഇതൊക്കെ ഇവിടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാ. ഇവിടെ ഇതാ കിടക്കുന്നതാ. യെസ്. നെക്സ്റ്റ് മക്കളെ കഴിഞ്ഞില്ലടാ. പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസ് അലിട്രേഷൻ ഫ്രം ദ ഗിവൺ ലൈൻസ്. ഏതാണ് അലിട്രേഷൻസ്? തന്നിരിക്കുന്ന വരിയിൽ 2 വാക്കുകളുണ്ട്, 2-ലധികം. അതേ മക്കളെ, ഒന്ന് മക്കൾ ഇതാണ് ഡോട്ടർ ഓഫ് ദ ഡൗൺ ഉണ്ട്. ദെൻ പേൾ, പ്ലക്കഡ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അലിട്രേഷൻ എക്സാമ്പിൾ ആണ്. യെസ് യെസ്. നെക്സ്റ്റ് മക്കൾ എന്താണ്? ദെൻ വാട്ട് ഡസ് നാച്ചുറൽ ഡു വിത്ത് സിൽവർ ത്രെഡ്സ്? ഓക്കെ, എന്താ മക്കൾ അതിന്റെ ഉത്തരം വരുന്നത്? അതിന്റെ ഉത്തരം മക്കളെ ഒറ്റ കാര്യം, ടു അഡോൺ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക, ഡെക്കറേറ്റ് ചെയ്യുക. ഹെർ ഫീൽഡ് ആരെടുത്തിട്ട്? വയലിനെടുത്തിട്ട് അല്ലെ, സോറി മഴയെടുത്തിട്ട് വയലുകളും അതേപോലെ വാലികളും എന്ത് ചെയ്യുന്നു? അലങ്കരിക്കുന്നു. സോ അതാണ് അതിന്റെ ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താ മക്കളെ? അപ്രിസിയേഷൻ ആണ്. ഏതാ പോം മക്കളെ? എന്താണ്? ഓൺ കില്ലിംഗ് എ ട്രീ എന്ന് പറയുന്ന പോം. ഇതാണ് അപ്രിസിയേഷൻ. നിങ്ങൾ മിസ് ഇന്നലെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കി വെക്കണം. എന്തായാലും അതിന് അപ്രിസിയേഷൻ വരുന്ന ഒരു പോം, 2 പോം അപ്രിസിയേഷൻ, ഒന്ന് സോങ് ഓഫ് ദ റെയിനും അതേപോലെ തന്നെ ഓൺ കില്ലിംഗ് എന്ന പോം എന്നാണ്. സോ എല്ലാവരും എഴുതിയിട്ട് അപ്രിസിയേഷന്റെ ഫോർമാറ്റ്, സ്ട്രക്ചർ, തീം, പോയിന്റിനൊക്കെ വെച്ച് തീം, അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് തീം പറയുന്നുണ്ട് മക്കളെ. അതേപോലെ ഇമേജസ് പറയുന്നുണ്ട്, പോയിന്റ് ഡിവൈസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവേണം തീം എന്ത് ചെയ്യാൻ, അപ്രിസിയേഷൻ എഴുതാൻ. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതിയാൽ നമുക്ക് 5 സ്കോർ. യെസ്, നമ്മൾ കഴിഞ്ഞില്ല മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 11 to 15 വരെയുള്ള ചോദ്യത്തിന് 1-ന് 1 മാർക്ക് വീതം, ടോട്ടൽ 5 സ്കോറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാസേജ് ആണ്. ഈ പാസേജ് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ചുവടെ കാണുന്ന ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം. നോക്കൂ. വൈ ഡിഡ് ബം ജംപ്ഡ് ഔട്ട് ദ ബെഡ് എന്ന് പറയുന്ന ചോദ്യത്തിന് എന്ത് നമ്മൾ ആൻസർ എഴുതി വെക്കും? അതിന് നിങ്ങൾ ആൻസർ എഴുതി വെക്കേണ്ട മക്കൾ എന്താണ്? ആൻസർ എഴുതി വെക്കേണ്ട കാര്യം ഏറ്റവും സിമ്പിളായ കാര്യമാണ്. നോക്കൂ മക്കളെ, എൻ്റെ ആൻസർ എന്താണ് മക്കളെ? ഫസ്റ്റ് റേസ് ഓഫ് സൺ ഓഫ് പീപ്ഡ് ദ വിൻഡോ എന്ന് പറയുന്ന ഈ ഭാഗമാണ് അതിൻ്റെ ആൻസർ.
തീർന്നില്ല. നെക്സ്റ്റ്, വിച്ച് എക്സ്പ്രസ് പാസസ് ബെൻസ്റ്റൺ ഹംഗ്രി, അദ്ദേഹം എന്തുകൊണ്ട് ഹംഗ്രി ആവുന്നു എന്നതിൻ്റെ പാസേജ് സൂചിപ്പിക്കുന്നത് മക്കളെ. അതിൻ്റെ ആൻസർ മക്കളെ നോക്കണേ, സ്റ്റൊമക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിന് എന്ത് ചെയ്യുന്നു, യെസ് വല്ലാതെ എന്തുണ്ടാവുന്നു മക്കളെ, എന്താണ് ഒരു നംബ്ലിങ് അല്ലെ, റംബ്ലിങ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് മക്കളെ തീർന്നില്ല മക്കളെ, വിസിറ്റിംഗ് ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് ഓൾവേസ് ഫേവറേറ്റ് ദ പാർട്ട് ഓഫ് ദി സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നതിനോട് സമാനമായ വരികൾ എന്നാണ് മക്കളെ. grandfather would take him മക്കളെ, grandfather would take him and for fishing and playing basket അല്ലെ, and playing baseball എന്ന് പറയുന്ന ഭാഗമാണ് അതിൻ്റെ ആൻസർ. യെസ്, ഇത്രയും എന്ത് ചെയ്യുക അതിന് ആൻസർ. നെക്സ്റ്റ് വൺ മക്കളെ കഴിഞ്ഞില്ല. Then what were the two things of that Ben learned the grandfather last year? എന്താണ് ഗ്രാൻഡ്പയിൽ നിന്ന് അവൻ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ ലാസ്റ്റ് ഇയറിൽ? ഒന്നാമത് പറയുന്ന കാര്യം മക്കളെ എന്താണ്, ബ്രോക്ക്. ഞാൻ ഒന്ന് എഴുതാം മക്കളെ, ആൻസർ ഇവിടെ എഴുതാം. ആൻസർ ഇവിടെ എഴുതി മക്കളെ. ദെൻ ഇതാ അവിടെ ഉണ്ട് മക്കളെ, നിങ്ങളെല്ലാം കൂടെ എഴുതി വെച്ചിട്ടുണ്ടാവും. എ ബ്രോക്കൺ നോബ് ആൻഡ് ടു റിപ്പയർ എ ലീക്കി ടാപ്പ്. യെസ്, ഇതാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ മക്കളെ, ഈ ഭാഗമാണ് എന്ത് ചെയ്യണത് അവൻ പഠിച്ച കാര്യം. നെക്സ്റ്റ് വൺ മക്കൾ എന്താണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ വാട്ട് ഈസ് യുവർ ഇംപ്രഷൻസ് ഓഫ് ദ ബെൻസ് ഗ്രാൻഡ്പായുടെ എന്നതിനെ കുറിച്ചുള്ള ഇംപ്രഷൻസ് എന്താണ്, മതിപ്പ് എന്താണെന്ന് എഴുതാൻ വേണ്ടി പറയണം മക്കളെ. എന്താണ്, നൈസ് ആണ്. മക്കൾ അദ്ദേഹം എന്താണ്, വളരെ നൈസ് പേഴ്സൺ ആണ്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ, അദ്ദേഹം എന്താണ്, വളരെ നൈസ് പേഴ്സൺ ആണ്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കണം മറ്റൊരു പേര് ഓൾഡ് മാൻ ആണ്. നൈസ് പേഴ്സൺ ആണ്, ഓൾഡ് മാൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് അത്രയും എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. നെക്സ്റ്റ് വൺ നമുക്ക് എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 16 to 17 ഉള്ള ചോദ്യങ്ങൾ മക്കളെ റൈറ്റപ്പ് തയ്യാറാക്കാനാണ്. നമ്മളെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ആ പോയിന്റുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു റൈറ്റപ്പ്. അതിൻ്റെ സമ്മറി കൃത്യമായിട്ട് ഉപന്യാസ രൂപത്തിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുന്ന മക്കൾ. ഇതിനകത്ത് കൊടുക്കേണ്ട പോയിന്റുകളാണ് മക്കളെ, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റുകളാണെന്നാണ് പ്രധാനമായും പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 17 കൊടുത്ത് നമുക്ക് സമയക്കുന്നത് ജൂലിയൻ കപ്പെക്കിന്റെ നമ്മുടെ പ്ലെയിൻ കാഷുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ മക്കളെ. എന്താ ഇവിടെ ചോദ്യം നോക്കുന്നത്, യു നറേറ്റ് ജൂലിയൻ എക്സ്പീരിയൻസ് ടു വൺ ഓഫ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ നറേറ്റ് ചെയ്യാണ് അവരുടെ എക്സ്പീരിയൻസ്. പ്രിപ്പയർ ലൈക്ക് നറേറ്റീവ്, ഒരു നറേറ്റീവാണ്. അപ്പം നിങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, നിങ്ങളാണ് ആ കഥ കേട്ട് മനസ്സിലാക്കി. അപ്പോൾ അതിൽ എന്തൊക്കെ കൊടുക്കണം മക്കളെ, അവരിരുന്ന സ്ഥലങ്ങൾ, വിമാനത്തിലിരുന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ഇൻവിസിബിളായ പവേഴ്സ്, ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാവണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു നരേഷൻ നമ്മൾ ആ നരേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 18 നമ്മൾ 18 to 20 മക്കളെ 22 ആണ്. ആ 2 മക്കളെ ഓർത്ത് വെക്കേണ്ടതാണ് ഗാന്ധിയുടെ, ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാക്കി ഗാന്ധിയുടെ ടോൾസ്റ്റോയ് ഫാമത്, ഗാന്ധിയുടെ എഡ്യൂക്കേഷൻ ഒരു പാരാഗ്രാഫ് ആക്കിയിട്ട് എഴുതി വെക്കും. ഇന്ന് രാവിലെയും ഡിസ്കസ് ചെയ്ത മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമായിരുന്നു. നമുക്കറിയാം 5 സ്കോറാണ് മക്കളെ ഒന്നിന്. ഗാന്ധിയുടെ എഡ്യൂക്കേഷൻ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഗാന്ധി ഹെഡിങ്ങനെ കൊടുത്താൽ മക്കളെ വ്യൂസ് ഓൺ ഗാന്ധീസ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അതേ ആ ഒരു കണ്ടന്റ് കൃത്യം എഴുതി വെച്ച് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുമായിരുന്നു മക്കളെ. സോ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 19. ആ 19 നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കേട്ട സ്കെച്ച് ഓഫ് ദി ഗ്രാൻഡ് മദറിന്റെ കേട്ട സ്കെച്ച് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആപ്പിൽ ചെയ്തിട്ടുണ്ട്. കൃത്യമായി ചെയ്ത വീഡിയോസ് ആണെങ്കിൽ കണ്ടിട്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസ് ആണ് ഗ്രാൻഡ് മദർ എന്ന കേട്ട സ്കെച്ച്. നെക്സ്റ്റ് വൺ നമുക്ക് എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 20 എന്താണ്, സയൻസ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് ഡിസൈഡഡ് സെലിബ്രേഷൻ നാഷണൽ സയൻസ് ഡേ on 28th February 2024. As the science club you are asked to prepare a notice മക്കളെ. ഒരു നോട്ടീസ് എന്ത് ചെയ്യുക, തയ്യാറാക്കുക. പ്രിപ്പയർ എ ക്ലബ് യു ആർ ആസ്ക് ടു പ്രിപ്പയർ എ നോട്ടീസ്. പ്രോഗ്രാം ഡീറ്റെയിൽസ് അടക്കമുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കുക. നിങ്ങൾ മിസ് കൃത്യമായി പറഞ്ഞ ചോദ്യമാണ് മക്കളെ. പ്രോഗ്രാം എല്ലാ എക്സാമിനും വരുന്ന ചോദ്യമാണ് ഒരു നോട്ടീസ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 21. യെസ്, ഇന്നലെ ഞാൻ പറയുന്നു ഖലീൽ ജിബ്രാന്റെ പ്രൊഫൈൽ പഠിക്കാതെ പോകരുത്. 6 സ്കോറാണ്. മനസ്സിലാക്കി വെച്ചാൽ 3 എഴുതിയാൽ മതി. ഈ ഒരു പാറ്റേണിൽ 20-25 വരെ 3 എഴുതുക. ഖലീൽ ജിബ്രാന്റെ പ്രൊഫൈൽ തന്നെ നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു മക്കളെ, നിങ്ങൾ ഇതുപോലെ കാണിച്ചു തന്നാണ് ഖലീൽ ജിബ്രാൻ പ്രൊഫൈൽ അതുപോലെ വന്നു. അതിന്റെ സ്ട്രക്ചറും അത് എഴുതേണ്ട സ്ട്രക്ചർ ഞാൻ എന്ത് ചെയ്തു ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ലെറ്റർ എഴുതാനും മക്കളെ. എന്തിനെ കുറിച്ച് ലെറ്റർ എഴുതാനും മക്കളെ, യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു ഇൻവൈറ്റ് എ ഫേമസ്
എക്കോളജിസ്റ്റ് പരിസ്ഥിതിവാദി കേട്ടോ. ഇനാഗുറേറ്റ് സയൻസ് എക്സിബിഷൻ, സ്കൂളിലെ സയൻസ് എക്സിബിഷൻ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകർ വരുന്നുണ്ട്. ആസ് എ സെക്രട്ടറി ഓഫ് ദ ക്ലബ്, നിങ്ങൾ സെക്രട്ടറിയാണ് സ്കൂളിലെ ക്ലബിന്റെ സെക്രട്ടറി എങ്കിൽ യു ആർ ആസ്ക്ഡ് ടു ഇൻവൈറ്റ് ഹിം, അദ്ദേഹത്തെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം ലൈക്ക് ദ ഡ്രാഫ്റ്റ് ലൈക്ക് ലെറ്റർ, അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലെറ്റർ. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ് ആർക്ക് അയക്കേണ്ടത്? ഒരു എക്കോളജിസ്റ്റിന്, ഏതെങ്കിലും ആവാം, ഏതെങ്കിലും ഫേമസ് ആയ ഒരു എക്കോളജിസ്റ്റ് നിങ്ങൾക്ക് ആരാച്ച എഴുതി വെക്കാം, ആരെ കുറിച്ച് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഏതെങ്കിലും ഫേമസ് ആയ ഒരു സാമൂഹിക പ്രവർത്തകൻ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകനെ കുറിച്ചാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ് മക്കളെ. സോ മനസ്സിലാക്കി വെക്കുക. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ. നെക്സ്റ്റ് വൺ നമ്മൾ 23 മക്കളെ ധർമ്മഗിരിയിൽ ഉണ്ടായിരുന്ന വളരെ ജനങ്ങൾ എല്ലാവരും ആ കൺസ്ട്രക്ഷൻ ശക്തമായി ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, അവിടെ സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ ദേ കണ്ടക്റ്റഡ് റാലീസ്, അവിടെ ഒരുപാട് റാലീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പ്രസ് ദെയർ പ്രൊട്ടസ്റ്റ്, അവർ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നതിന്, അവിടെ ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് ശക്തമായിട്ട് അവർ എന്ത് ചെയ്യുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിനോട് സിമിലറായ മറ്റൊരു ചോദ്യം, ഇതിന് സിമിലർ വേറെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഇന്നലെ തന്നിരുന്നു. പക്ഷെ അതിൽ കുറെ കണ്ടന്റ് കൂടെ എഴുതി വെക്കാം, പക്ഷെ അതിന്റെ ഹെഡിങ് മാത്രം മാറ്റിയാൽ മതി. എന്താ മക്കളെ, അതിന്റെ ഹെഡിങ് എത്രയും മക്കളെ, ഇവിടുത്തെ ഹെഡിങ് എന്താ കൊടുക്കേണ്ടത് മക്കളെ? ഇവിടുത്തെ ഹെഡിങ് വളരെ സിമ്പിൾ ആയ ഒരു ഹെഡിങ് ആണ്. എന്താ മക്കളെ ഇവിടുത്തെ കൊടുക്കേണ്ടത്? ഇത്ര എഴുതി വെച്ചാൽ മതി. എ മാസീവ് പ്രൊട്ടസ്റ്റ് ഇൻ ധർമ്മഗിരി, എ മാസീവ് പ്രൊട്ടസ്റ്റ്, ഒരു ശക്തമായ പ്രൊട്ടസ്റ്റ് മക്കളെ, പ്രൊട്ടസ്റ്റ് ഇൻ ധർമ്മഗിരി എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുക, സ്ഥലത്തിന്റെ പേരും മറ്റു കാര്യം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇന്നലെ നമ്മൾ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് മറ്റു രൂപത്തിൽ കൺവേർട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ സിമ്പിൾ ആണ് എല്ലാ കണ്ടന്റുകളും. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 24. ജൂലിയൻ കപ്പർക്ക് മിറാക്കുലസ് എസ്കേപ്പ് ഫ്രം ദ എയർ ക്രാഷ് അല്ലെ, വളരെ സാഹസികമായിട്ട് നമ്മൾ രക്ഷപ്പെടുകയാണ് അല്ലെ ആ ക്രാഷിൽ നിന്നും. സോ നിങ്ങൾക്ക് അവളെ ഇന്റർവ്യൂ ചെയ്യാനുള്ള, നിങ്ങളൊരു റിപ്പോർട്ടർ ആണെങ്കിൽ യു ഗെറ്റ് എ ചാൻസ് ടു ഇന്റർവ്യൂ, നിങ്ങൾ അവളെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടും. സോ ഇവിടെ സിമ്പിൾ ആണ് മക്കളെ. ഇതെന്താണ്, ഒരു 5 അല്ലെങ്കിൽ 6 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, അവളോട് ചോദിക്കണം, നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് എഴുതി വെക്കുക. അപ്പൊ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചോദ്യം. എന്താണ് മക്കളെ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, ഇതാണ് ഇതിലെ ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് മക്കളെ. 6 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക, ആൻസേഴ്സ് വേണമെന്നില്ല. യെസ് മക്കൾ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് നമ്മൾ പോകുന്നു. എന്താ മക്കളെ ക്വസ്റ്റ്യൻ, എന്താ സംഭവം മക്കളെ? ഒരു ഡ്രാഫ്റ്റ് കോൺവെർസേഷൻ ആണ്. ആരൊക്കെ തമ്മിൽ നടക്കുന്ന മക്കളെ? ഷീ മെറ്റ് ഹർ ഫാദർ. ആര് മക്കളെ? അവളെ ഫാദറെ കാണുന്നു. ആര് മക്കളെ? ജൂലിയൻ അല്ലെ, ഫാദറെ കാണുന്നു. എവിടുന്ന് മക്കളെ? കൺഫോർഡ് ഈച്ച് അതർ. അവർ തമ്മിൽ എന്ത് ചെയ്തു, വളരെയധികം അറ്റാച്ച് ആയി പോകുന്ന സമയത്തുള്ള ഒരു കോൺവെർസേഷൻ ആരംഭിണ്ടാവുന്ന ഫാദറും ആ ഒരു കുട്ടി തമ്മിൽ അവിടെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ചുണ്ടാകുന്ന ഒരു ഇമോഷണൽ മൂവ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഷീ മെറ്റ് ഹർ ഫാദർ അല്ലെ, യെസ്, അവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം എന്ത് ചെയ്യുക, ഒരു കോൺവെർസേഷൻ ആയിട്ട് എന്ത് ചെയ്യുക, ഫിൽ ചെയ്യുക. ഇതിനോട് സിമിലർ ആയിട്ട് നമ്മൾ വേറെ ചോദ്യം ചെയ്തു, നമ്മളെ നൈറ്റിംഗും റോസും തമ്മിൽ അല്ലെ, മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് നമുക്ക് എന്ത് ചെയ്യും, എക്സാമിന് ഉണ്ടാവാറുണ്ട്. ഇനിയുള്ള എക്സാമുകൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിച്ചു. ഷീ മെറ്റ് ഹർ ഫാദർ അല്ലെ, ദേ കൺഫോർട്ടഡ് ഈച്ച് അതർ. അവർ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ആ ആശയങ്ങൾ കൈമാറുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നെക്സ്റ്റ് വൺ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 26 to 30 വരെ ചോദ്യം എന്താ മക്കളെ? ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ തന്നെ ഒരു ചാർട്ട് വരുന്നു, ഞാൻ നിങ്ങളോട് പല തവണ ആവർത്തിച്ചിരുന്നു. സോ അതേപോലെ ചാർട്ട് വന്നു, പക്ഷെ ചോദ്യം മാറിയിട്ടുള്ളൂ. ഉത്തരം എഴുതേണ്ട രീതിയൊക്കെ വളരെ സിമ്പിളാണ് മക്കളെ. എന്താ മക്കളെ? ഹു വോൺ ദ ഗോൾഡ് മെഡൽ ഫോർ ഫിലിപ്പീന് വരെ ഗോൾഡ് മെഡൽ നേടിയ ആള് മക്കളെ. ഇതാ നോക്കൂ, നെയിം ഓഫ് ദ വിന്നർ. എന്ത് ഐറ്റം എന്ന് പറഞ്ഞാൽ ഏത് ഐറ്റത്തിലാണ് നേടിയത് നോക്കൂ. ഇവിടെ ചോദിച്ചെന്താ മക്കളെ? ഗോൾഡ് മെഡൽ നേടിയ ഫിലിപ്പൈൻസ് ആര്? എന്ത് സിമ്പിളാണ്. നീരജ് ചോപ്ര എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീരജ് ചോപ്ര എന്ന് പറയുന്ന ഗോൾഡ് മെഡൽ ഉണ്ട് ഇന്ത്യക്ക്. അദ്ദേഹം ഏത് ഐറ്റത്തിലാണ് മക്കൾ നേടിയതെന്നുണ്ടാവും. നീരജ് ചോപ്ര നോക്കൂ, ഏത് ഐറ്റത്തിലാണ് നോക്കൂ. യെസ്, നെക്സ്റ്റ് നമുക്ക് വിമൻ അത്ലറ്റ്സ് വോൺ ദ ഗോൾഡ് മെഡൽ ഫോർ ഇന്ത്യ. ആരാ മക്കളെ? നിങ്ങൾ ഏറ്റവും ഈസി ആയ ക്വസ്റ്റ്യൻ, ഏറ്റവും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ മക്കൾ. ഇതൊക്കെ കണ്ണു ചിമ്പി ഉത്തരം എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ 29 തന്നെ, വിച്ച് ഈസ് ദ ഓൺലി കൺട്രി ദാറ്റ് വോൺ സിൽവർ മെഡൽ ഗിവൻ ടേബിൾ. ആരാ മകൾ സിൽവർ മെഡൽ കിട്ടിയാൽ? ഇതാ നോക്കൂ നിങ്ങൾ, ഏത് കൺട്രിന്റെ പേരാണെങ്കിൽ ഇന്ത്യ, കൺട്രിന്റെ പേര് കൊടുക്കുക. നിങ്ങൾ ചോദിച്ചത് കൃത്യം, ഇനി ചിലപ്പോൾ കൺട്രിന്റെ പേര്, ചിലപ്പോൾ ആളെ പേരാം, ഐറ്റം ആവാൻ ചോദിക്കാം. സോ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 30 മക്കൾ എന്താണ്? റീസോങ് ഗം ബാങ്ക് ഗോൾഡ് ഈസ്. എന്തിലാ മക്കളെ അവർ നേടിയത്? നിങ്ങൾ നോക്കൂ, എളുപ്പമാണ് മക്കൾ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ എക്സാമിന് ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഈ ടൈപ്പ് ചോദ്യങ്ങൾ കാണാൻ പറ്റുന്നു. എന്ത് സിമ്പിൾ ചോദ്യം മക്കളെ, ഇതിലേക്ക് എന്തൊരു ഈസിയാണെടാ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ
31 നമ്മൾ ഡിസ്കസ് ചെയ്തു ഏതാണ് റിപ്പോർട്ട് സ്പീച്ച്. ആ റിപ്പോർട്ട് സ്പീച്ചിന്റെ ആൻസർ ഞാനൊന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞു തരാം. നോക്കിക്കോ. ഗ്രാൻഡ് മദർ ആസ്ക്ഡ് ഹൗ കഴിഞ്ഞതിന്റെ ശേഷം മക്കളെ ഹൗ കഴിഞ്ഞതിന്റെ ശേഷം ഈ യു നമ്മൾ എന്ത് ചെയ്തു ഹീന്നാക്കി മാറ്റി. ദെൻ അതേപോലെ തന്നെ ഡു നമ്മൾ എന്താക്കി മാറ്റി ഡിഡ് മാറ്റി. ആ ഡിഡ് പ്ലാനിലോട്ട് കയറി അത് പ്ലാനഡ് ആയിട്ട് മാറി. ടു സ്റ്റോപ്പ് ബാക്കി അതേപോലെ ക്വസ്റ്റ്യൻ എഴുതി വെക്കുക, ഒന്നും മാറ്റം വരുത്താനില്ല. നെക്സ്റ്റ് വൺ രാമൻ റിപ്ലൈഡ് ദാറ്റ് നാരായൺ റിപ്ലൈഡ് ദാറ്റ് ഈ വിൽ എന്താവും ഡേ എന്നായിട്ട് മാറും. ആ വിൽ എന്തായിട്ട് മാറും മക്കളെ വുഡായിട്ട് മാറും. ദെൻ സ്റ്റേജ് അതേപോലെ തന്നെ മാറും. എ പീസ്ഫുൾ procession and submitted a petition. Okay, submitted a petition. Submitted a petition. Okay മക്കളെ, submitted a petition. Okay, ഇതാണ് അവിടെ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഇവിടെ പീസ്ഫുൾ എന്നുണ്ട്. ഓക്കെ, യെസ്, ഇതാണ് മക്കളെ റിപ്പോർട്ട് സ്പീച്ച് ആണ് സംഭവം. യെസ് മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 32. യെസ് മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 32 എന്താ മക്കളെ ഡിസ്കസ് ചെയ്യാനുള്ള എഡിറ്റിംഗ് ആണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു എഡിറ്റിംഗിലൂടെ. യെസ്, ഇതാ ഇവിടെ വന്നിരിക്കുന്നു എഡിറ്റിംഗ്. ഇതാ വേറെ ഒന്നുമില്ല മക്കളെ, ഇതാ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ തെറ്റുണ്ട്, ഇവ മാറ്റിയതാണ്. ഒന്നാമത്തെ ആൻസർ ഓർത്തു വെച്ചോ, ഫ്ലോസ് എന്ന് യെസ് ഇട്ട് കൊടുക്കുക. രണ്ടാമത് മക്കൾ എന്താണ്, യെസ് ഓർത്തു വെച്ചോ, ഇത് കാണുമ്പോൾ മക്കൾക്ക് മനസ്സിലാക്കാൻ ഇത് ഡിസോർഡർ ആക്കി കൊടുത്തിട്ടുണ്ട്. വി ഹാവ് എവർ സീൻ. ദെൻ മൂന്നാമത് ശ്രദ്ധിച്ചോ, പല കുട്ടികളും തെറ്റും, ബ്രീത്ത് ടേക്കിംഗ്. ഓക്കെ, യെസ്. നാലാമത് മക്കൾ എന്താണ്, ഈസ് പ്ലാനിങ് കേട്ടോ. ഈസ് പ്ലാനിങ് ഇതാ അവിടെ ഇരുന്നു, വീസ് പ്ലാനിങ് ഇടങ്ങാറാവണ്ട. യെസ്, ഓക്കെ, റെഡിയാണോ കേട്ടോ? യെസ്. അങ്ങനെ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 33 ഇതാ വന്നിരിക്കുന്നു. ഫ്രേസൽ വെർബ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഫ്രേസൽ വെർബിൽ 2 ഇവിടെ കിടക്കുന്നു മക്കളെ. മാറ്റിയുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു പോയിരുന്നു. ഫ്രേസൽ വെർബ്സ് ഡിസൈഡ് എന്ന വാക്കിന്റെ അർത്ഥമാണ്, ഓർത്തു വെച്ചോ, പുട്ട് അപ്പ് ഹിസ് മൈൻഡ്. രണ്ടാമത് മക്കളെ കോൾ ഓൺ, വിസിറ്റഡ് എന്ന് പറയുന്നതിന്റെ വാക്കാണ് മക്കളെ കോൾ ഓൺ, ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് പുട്ട് അക്രോസ്, ഇത് മൂന്നാമത്. നാലാമത്തെ റിജക്റ്റഡ് ഇതിൻ്റെ ഓർത്തു വെച്ചോ, എന്താണ്, ടേൺ ഡൗൺ. നോക്കിക്കോടാ, ടേൺ ഡൗൺ. ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി വെക്കേണ്ടത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 34 എന്താടാ, മിസ്സിംഗ് വേർഡുകളാണ് അല്ലേ. ബ്രാക്കറ്റിലെ സൂട്ടബിൾ വേർഡ്സ് സെലക്ട് ചെയ്യുക. ദെൻ ഇതിൽ ഒന്നാമത്തെ ആൻസർ മക്കൾ എന്താണ്, വെൻ ആണ്. ഒന്നാമത്തെ ആൻസർ എന്താണ്, വെൻ ആണ്. രണ്ടാമത്തെ ആൻസർ എന്താണ്, ആൻഡ് ആണ്. മൂന്നാമത്തെ മക്കൾ എന്താണ്, വിത്ത് ആണ്. യെസ്. നാലാമത്തെ ആൻസർ മക്കൾ തന്നെ ഹും ആണ്, ഹും. ഇതാണ് ഇതിലെ 3 ആൻസേഴ്സ് മനസ്സിലാക്കി വെച്ചോ. 4 ആൻസേഴ്സ് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ. ദാ വീണ്ടും നമ്മൾ പറഞ്ഞ നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ് അല്ലേ. നൗൺ ഫ്രേസ് മാത്രമേ വന്നിട്ടുള്ളൂ, ശ്രദ്ധിച്ചു വെച്ചോ. ഇതിലെ നൗൺ ഫ്രേസ് മക്കൾ എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇതാണ് നൗൺ ഫ്രേസ്. നോട്ട് ഇറ്റ്, ദ ക്ലൈമറ്റ് ചേഞ്ച് മുതൽ അതുവരെ നൗൺ ഫ്രേസ് ആണ്. നെക്സ്റ്റ് നൗൺ ഫ്രേസ് മക്കളെ പ്രൊട്ടക്റ്റിംഗ് അവർ ഫ്യൂച്ചർ അല്ലെ, അവർ ഫ്യൂച്ചർ പ്ലാനറ്റ് അല്ലെ, ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ഭാഗമാണ് മക്കളെ. ഇതിലെന്ത് മക്കളെ, യെസ്, ഇതിലെന്ത് മക്കളെ, നമ്മുടെ നോൺ ഫ്രേസ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 36 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താ മക്കളെ ഡിസ്കസ് ചെയ്ത കാര്യം, നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഡയലോഗ് കംപ്ലീഷൻ. ആ ഡയലോഗ് കംപ്ലീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചു വെച്ചോ, ആ ഡയലോഗ് കംപ്ലീഷനിൽ ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്ന് ഇതിൽ ചോദ്യം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ്. നോക്കൂ നിങ്ങളെ, ഷാൾ വി teach our students shoemaking? Question mark. കഴിഞ്ഞു. നെക്സ്റ്റ് വൺ നോക്കൂ നിങ്ങളെ, ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്, കോമണ്ടോ. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിന്റെ ആൻസർ ആണ് ഡോണ്ട് ദേ. യെസ്. ദെൻ മൂന്നാമത്തെ ഹാഡ് ബെറ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. ഹാഡ് ബെറ്റർ വെർബിന്റെ V1 ഫോം go there. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താ, go there to learn സ്കിൽ ഇവിടെ കൊടുത്തോ, to learns and go there and കൊടുത്താൽ മതി. and learn
ദ സ്കില്ല്, ദ സ്കില്ല്. യെസ് മക്കളെ, ഇത് വൃത്തിയിടുണ്ടാവും വിചാരിക്കുന്നു, വൃത്തിയായിട്ടുണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. വുഡ് യു മൈൻഡ് നേഷം ING ഫോമാണ്. അങ്ങനെയെങ്കിൽ വുഡ് യു മൈൻഡ്, മൈൻഡ് നേഷമുള്ള വാക്ക് ടീച്ചിങ്, ING ഉള്ള വാക്ക് വേണം. ടീച്ചിങ് അവർ സ്റ്റുഡൻറ്റ്. ടീച്ചിങ് വേണേ, ING വേണേ, ING വേണേ. അവർ സ്റ്റുഡൻസ്, അവർ സ്റ്റുഡൻസ്. സ്റ്റുഡൻസ്, സ്റ്റുഡൻസ്. കാർപ്പൻട്രി, കാർപ്പൻട്രി, കാർപ്പൻട്രി ആസ് വെൽ. ക്വസ്റ്റ്യൻ ഇത്രയാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് മക്കളെ. അപ്പൊ നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്തു. മക്കളെ മനസ്സിലാക്കി വെച്ചു. ഷാൾ വി ടീച്ച് അവർ സ്റ്റുഡൻസ് ഷൂ മേക്കിംഗ് എന്നാണ് ഒന്നാമത്. രണ്ടാമത് നമുക്ക് ഡോണ്ട് ദേ എന്നുള്ളതാണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. മൂന്നാമത് യു ഹാഡ് ഗോ, ഗോ എന്നുള്ള വാക്ക് നിർബന്ധമാണ്, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. ആൻഡ് ലേൺ ദ സ്കിൽ, ലേൺ ദ സ്കിൽ. തേർഡ് വൺ, സോറി നമ്മൾ ഫോർത്ത് വൺ, വുഡ് യു ടീച്ചിങ്, ടീച്ചിങ്, ടീച്ചിങ് വെച്ചാൽ എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടി. ഇതാണ് മക്കളെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ മക്കളെ, ബൈ ബൈ, താങ്ക് യു.